ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഒഴിവ് ദിവസം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്ന ഒഴിവ് തന്നെ ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസമായിരുന്നേ. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആളുണ്ടല്ലോ ഉണ്ണിയുടെ അടുത്തെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുക ഒരു 7:15 ആവും. ഉണ്ണിയുള്ള കാരണം തന്നെ രാത്രി കിടത്തം ഉറക്കമൊന്നും ശരിയല്ല. അപ്പോൾ രാവിലെ ആ ഒരു ക്ഷീണത്തിലൊക്കെ എഴുന്നേൽക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഉമ്മാർത്ത് വന്നിരുന്നു. എന്നാണെങ്കിൽ വീട്ടിൽ അമ്മ ഇല്ലാത്ത ദിവസമായ കാരണം തന്നെ മിറ്റടിക്കാനായിരുന്നു. മിക്കതും ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും അമ്മ മിറ്റടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മിറ്റടിക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഒന്ന് കയറ്റി കെട്ടി മിറ്റടിക്കാനായിട്ട് ഇറങ്ങി. മുറ്റം അത്യാവശ്യം തന്നെ കുറച്ച് തോനെയുണ്ട് അടിക്കാൻ. അപ്പോൾ ഇതൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും ഉണ്ണി എഴുന്നേൽക്കുമോ എന്നുള്ള ടെൻഷനുണ്ട്. പക്ഷേ ഏട്ടടുത്തുള്ള കാരണം കുഴപ്പമില്ല. സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ കൂടെ എഴുന്നേൽക്കാറുണ്ട്. ഇന്ന് എന്തോ കിടന്ന് നല്ല ഉറക്കം, കാരണം ഇന്നലത്തെ ക്ഷീണം. ഇന്നലെ രാത്രി അവന് നല്ല നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് എണീക്കലും വാശി പിടിക്കലും തന്നെയായിരുന്നു പണി. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. കാരണം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണീനെ കൊണ്ടുപോകാമെന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇന്ന് പോവാം, എന്തായാലും ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനന്ന് പോയി റൂമിലേക്ക് നോക്കിയതാണ്. അപ്പോൾ ഉണ്ണീനെ എഴുന്നേൽക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കുന്നുണ്ട്, എഴുന്നേറ്റാ. അപ്പോൾ പിന്നെ അതിൻ്റെയാണ് ഈ കാണുന്നത്. ഞെളിപിരിയൊക്കെ എഴുന്നേൽക്കും എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുക, അപ്പോൾ എഴുന്നേൽക്കുമോ എന്നുള്ളത്. അങ്ങനെ പതുക്കെ ഇങ്ങനെ ആളിങ്ങനെ എഴുന്നേറ്റ് വന്നത്. എഴുന്നേറ്റ പിന്നെ ഭയങ്കര കളിയും ചിരിയായിരിക്കും. കരഞ്ഞിട്ടൊന്നുമല്ല എഴുന്നേൽക്കുക, ഭയങ്കര ഹാപ്പിയിലാണ് മിക്കതും എഴുന്നേൽക്കുക. ഞാൻ തന്നെ കൂടുതലായിട്ടും കണ്ടില്ലെങ്കിൽ മാത്രം പെട്ടെന്നുണ്ട് വാശി പിടിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവനേറ്റിരുന്ന് ഇങ്ങനെ കളിക്കും. എന്നാലും അന്നത്തെ അവൻ്റെ മൂഡ് ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ പിന്നെ ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവൻ്റെ ഫസ്റ്റ് അവനെ കൊണ്ടുപോകുക പറഞ്ഞാൽ തൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അത് അവന് ഇഷ്ടമായി. എന്നും അവർ ചെയ്യണ്ട, എന്നത്തെ അവൻ്റെ റൊട്ടീനാണത്. ഇവിടെ നമ്മുടെ ഉമ്മറത്തും ഉണ്ട്, അങ്ങനെ ഹാളിലും ഉണ്ട്. അപ്പോൾ രണ്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ കൊണ്ടുപോകും, പുറത്തേക്ക് ഉമ്മറൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇവിടെ ഉള്ളൊരു സ്വാമി ഫോട്ടോ ഉണ്ട്. ഈ സ്വാമി ഫോട്ടോ കാണുമ്പോൾ തന്നെ അവൻ തൊഴും. കാരണം അവന് ഇതിനെ വിളിക്കുക തന്നെ അപ്പ എന്ന് വിളിച്ച് തൊഴുക. ഈ ചെറുപ്പം തൊട്ട് നമ്മൾ ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടേ ആൾക്ക് എന്ത് കണ്ടാലും അപ്പനാ. അപ്പോൾ ഈ സ്വാമിമാരൊക്കെ കാണുമ്പോൾ അവനെ അപ്പ എന്ന് വിളിക്കും. അപ്പോൾ അതൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ ഫീഡ് ചെയ്യാതിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ഫുഡൊക്കെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവനെ കുളിപ്പിക്കാൻ വേണ്ടി നോക്കി. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടുന്നത്. അപ്പം വരുന്നില്ല, നല്ല കളിയില്ല. എപ്പോഴൊന്നും ഈ കളി ഉണ്ടാവില്ല. മിക്കതും അവൻ എൻ്റെ ഒക്കെ തന്നെയായിരിക്കും. രാവിലെ എഴുന്നേറ്റോട്ട് തീരെ കളിക്കത്തില്ല. പിന്നെ ഇതാണ് അവൻ്റെ സ്വിമ്മിങ് പൂള്, അതിലാണ് അവൻ കുളിക്കുക. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി യാത്ര തുടങ്ങി അമ്പലത്തേക്ക്. വണ്ടി കയറി അപ്പം എൻ്റെ കൊച്ചു ഉറങ്ങും. കാറ്റ് തട്ടിയാൽ അപ്പം തന്നെ കിടന്നുറങ്ങും. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഞങ്ങളെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അവിടെ ഏട്ടൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടായിരുന്നിട്ട് അവരായിട്ട് നല്ല കത്തിയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോഴേ ഞാൻ എടുത്ത ക്ലിപ്പാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് അമ്പലത്തിലേക്ക് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു, മണ്ഡലമാസം തുടങ്ങല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ സ്വാമിമാരുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ തന്നെ വെള്ളവും മീനും, നിറയെ മീനതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇങ്ങനെ നോക്കിയാൽ മീനൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷെ ഒന്നും കാണാണ്ട്. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കിട്ടിയിട്ടില്ല വല്ലാണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് വണ്ടടിച്ചിരിക്കുക. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത, ചുറ്റിലും വെള്ളമായ കാരണം നല്ല രസമാണ്. മഴക്കാലമാകുമ്പോൾ വെള്ളം ഇങ്ങോട്ടേക്കൊക്കെ കയറും. അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഈ ചുറ്റുഭാഗത്തൊക്കെ നിറയെ വെള്ളമായിരിക്കും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ തൊഴുതു, പതുക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ അവൻ്റെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ മെയിൻ പണിയാണ്. അവനെ കൊണ്ട് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് ചിരിപ്പിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് ഉള്ളിലോട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ അങ്ങോട്ടേക്ക് നടന്ന്. പിന്നെ അവന് വിശക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ്, അതൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. എള്ളുതിരിയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെയാണ് കത്തിക്കുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് പതുക്കെ ഇറങ്ങാമല്ലോ വിചാരിച്ചു. പിന്നെ നേരെ ഞങ്ങൾ പോയത് എൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷെ അപ്പോഴത്തേനും ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും ഏട്ടനും കൂടിയിട്ട് ഉണ്ണീനെ വീട്ടിലാക്കിയിട്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി. മസാല ദോശ, അമ്പലത്തിൽ പോയി ഇറങ്ങിയാൽ പിന്നെ ഒരു മസാല ദോശ നിർബന്ധം. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി. ഏട്ടൻ പുറത്തേക്കൊക്കെ പോയായിരുന്നു എൻ്റെ ഇടയിൽ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി.
അപ്പോൾ ഇന്നൊക്കെ അത്രയേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ആണേ, ഒരു കൊച്ചു ദിവസം എങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.